എങ്ങോട്ടാണ് ബ്ലേഡ് വെള്ളത്തിലിട്ട മാതിരി ഇങ്ങനെ പോണത്? ഞാൻ എന്റെ ഇത്തോത്തേക്കാ. ഏടി ഇത്തോത്തുനിന്ന് തന്നെ ഇറക്കി വിട്ടിട്ട് 3 കൊല്ലായില്ലേ, എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ അങ്ങോട്ട് തന്നെ കയറി ചെല്ലണത്? ഇത് ആ ഇത്തോത്തല്ലാന്ന്. പിന്നെ ഫ്രാൻസിസ് റോഡ് ഡെൽറ്റ ബേക്കറിന്റെ മുമ്പിലുള്ള ഇത്തോത്ത് റെസ്റ്റോറന്റിലേക്കാണ്. അത് നിങ്ങൾ പെണ്ണുങ്ങൾ അറിയുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആണുങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടാ? അല്ല, പേരന്റ് അകത്ത് ഇനിയിപ്പോ ചോറും കറിയും ചായ ഒന്നും ഉണ്ടാക്കൂലല്ലേ? പിന്നെ 45 ഉറുപ്പിക്ക് ചോറും 11 തരം കൂട്ടുകറിയും കിട്ടുമ്പോ ഞാൻ പേരന്റ് അകത്ത് ചോറുണ്ടാക്കിയിരിക്കുകയാണല്ലോ, വേറെ പണിയില്ല. കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കണ്ടേ? 45 ഉറുപ്പിക്ക് എന്നോട് ആരാ പറഞ്ഞത്? ചോറ്, പച്ചക്കറി, മീൻകറി, കോഴിക്കറി, മീൻ മുളകിട്ടത്, പപ്പടം, ഉപ്പേരി, അച്ചാറ്, ചട്ടണി, ഉണക്കമീന്, കൊണ്ടാട്ടമുളക്, വെറും 40 ഉറുപ്പിക്കാ കൊടുക്കണത്. അല്ല, അന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് പെണ്ണുങ്ങളും ഇനി പൊരന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നും മടിക്കും. കൂടാതെ കേരളത്തിലെ വലിയ വലിയ ഹോട്ടലിന്റെ സൗകര്യം നമ്മളെ ഈ ഇത്തോത്തിൽ ഉണ്ടായിട്ടും ചായക്ക് 8 റുപ്യ, പൊറാട്ടക്ക് 8 റുപ്യ. വല്ലാത്തൊരു കുതിരത്താണ് റബ്ബേ. തീർന്നിട്ടില്ല മോളെ. എല്ലാ റെസ്റ്റോറന്റിലും കിച്ചന്ന് നേരെ മീൻ പൊരിച്ച കസ്റ്റമറുടെ മുമ്പിലേക്ക് വരികയല്ലേ ചെയ്യണേ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നേരെ ഒരു ട്രോൾ ഇങ്ങനെ കസ്റ്റമറുടെ ഇടയിൽ കൂടെ വരും. അതിന്റെ മുകളിൽ നല്ല പുതിയ മോഡൽ അടുപ്പും, എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് മീൻ പൊരിച്ചിട്ട് അപ്പ തന്നെ കസ്റ്റമറുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? എന്താ പഠിച്ചോനെ ഞാൻ ഈ കേക്കണ്? അല്ലാന്ന് എണ്ണക്കടികളുണ്ടോ? എണ്ണാൻ തുടങ്ങിയ ഈ ഞെട്ടും. പോണ്ട, പഴംപൊരി, ഉഴുന്നുവട, പൊരിച്ച പത്തിരി, കല്ലുമക്കായ. മതി 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 മതി, എണ്ണല് നിർത്തി. കിച്ചടി ഉണ്ടോ? ഒറ്റടിയാൻ തരും. കിച്ചടി ഇല്ലാതെ എന്ത് ഇത്തോത്തടി? പിന്നെ ബീഫ് കൊണ്ട് 6 കളിയാണ് മോളെ. ബീഫ് ചില്ലി, ബീഫ് വരട്ടിയത്, ബീഫ് കറി, ബീഫ് ഫ്രൈ, ബീഫ് ഉലത്തിയത്, ബീഫ് ഇഷ്ട. അല്ലാ, കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റണില്ല. അല്ലെന്ന് കരളുണ്ടോ? അന്റെ നെഞ്ചിനുള്ളിലില്ലാന്ന് വിചാരിച്ചിട്ട് ഇത്തോത്തില്ലാണ്ടിരിക്കോ? നല്ല കുരുമുളക് ഇട്ട നാടൻ വറ്റിച്ച കരള്. വേഗം വരീന്ന്. നിക്ക് നിക്ക് നിക്ക്, മുഴുവൻ കേൾക്ക്. പിന്നെ പുട്ട്, വെള്ളപ്പം, ചപ്പാത്തി, ഉപ്പുമാവ്, കൽത്തപ്പം, ദോശ, പഴം നിറച്ചത്, പാൽവായക്ക. പഠിച്ചോനെ, നമ്മളെ പാലായിക്കുണ്ട്. തീർന്നു പോണ്ട, വേഗം നടുക്കിങ്ങള്. ഒരുപാട് അടുപ്പും ഇഷ്ടം പോലെ പണിക്കാരുള്ളപ്പം എവിടെ തീരാനാടി? ആദ്യം നിങ്ങൾ ഈ എടി പൊടി വിളി നിർത്തി ഇത്തോത്ത് റെസ്റ്റോറന്റ് വന്നിക്കണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ആവാൻ നോക്കി. അല്ലാ, ഇത്തോത്ത് റെസ്റ്റോറന്റ് വന്നപ്പോ എനക്ക് നമ്മളെ പറ്റാണ്ടായില്ലേ? ഒറ്റ കാര്യം പറഞ്ഞിട്ട് നിർത്താം. വൈകിട്ട് 5 മണിക്ക് ശേഷം ചൈനീസ് ഫുഡ് ഉണ്ടായിരിക്കും, മറക്കണ്ട. ഇങ്ങോട്ട് നോക്കീന്ന്. ബ്രോസ്റ്റഡ് ഉണ്ടോ? ബ്രോസ്റ്റിന്റെ കാര്യം പറയണ്ട. എന്തേ ബ്രോസ്റ്റ് ഇല്ലേ? ബ്രോസ്റ്റഡ് ഉണ്ടടേ, മറ്റ് ബ്രോസ്റ്റിനെ പോലെ ഒലഞ്ഞ ബ്രോസ്റ്റഡ് അല്ലടേ. എന്നാ ഞാൻ പോട്ടെ. എങ്ങോട്ട് ഈ മണ്ടണ്? ഇത്തോത്ത് റെസ്റ്റോറന്റിലേക്കാണേ. മനുഷ്യ, എന്റെ കൈയൊന്ന് പിടിക്ക്, ഞാനും വരുന്ന്. ബിരിയാണി ഉണ്ടായാ മതീനി. കയ്യിന്ന് വിട്. ഇത്ര സൗകര്യത്തില് തെക്കേപ്പുറത്തുകാരെ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് ബിരിയാണി നെയ്ച്ചോറും കിട്ടുമെന്നോ? ബിരിയാണി സൂപ്പർ ആട്ടോ, നെയ്ച്ചോറോ സൂപ്പർ സ്റ്റാറാ. ഇനി പൊരന്റെ അകത്ത് ഞാൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ബേജാറാന്ന് നിൽക്കണ്ട. കുറച്ച് കഴിഞ്ഞാലേ ഓല് സാധനങ്ങൾ പൊരന്റെ അകത്തേക്ക് വരെ എത്തിക്കും. മറക്കണ്ട കേട്ടോ. ഇത്തോത്ത് റെസ്റ്റോറന്റ്, നമ്മളെ ഫ്രാൻസിസ് റോഡ് ഡെൽറ്റ ബേക്കറിന്റെ ഓപ്പോസിറ്റ്. ഇത്തോത്ത് റെസ്റ്റോറന്റ്, കാലിക്കറ്റ്.